രാത്രി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു പുതിയ മനസ്സിൽ വന്നത്. കോളേജ് കാലത്തെ പുസ്തക വായന ഒന്ന് റീസ്റ്റാർട്ട് ചെയ്താലോ എന്ന്. പെട്ടെന്നായിരുന്നു എല്ലാം. നേരെ സെൻറ്റർ സ്ക്വയർ മാളിലെ DC ബുക്സിലേക്കാണ് പോയത്. അവിടെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. നമ്മൾ വന്ന ഉദ്ദേശം മറക്കാതിരിക്കാൻ അങ്ങോട്ട് ഞാൻ നോക്കാൻ പോയില്ല. തേടിയ വള്ളി കാലേ ചുറ്റി എന്ന് പറഞ്ഞ പോലെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ DC ബുക്സിൻ്റെ ഒരു ബുക്ക് ഫെയർ കണ്ണിലുടക്കി. സത്യം പറഞ്ഞാൽ പുസ്തകം പലതുണ്ടായിരുന്നെങ്കിലും ഇംഗ്ലീഷ് ഫിക്ഷൻ്റെ കളക്ഷൻസ് തീരെ കുറവായതുപോലാണ് എനിക്ക് തോന്നിയത്. എന്നിട്ട് ഞാൻ കുറേ പരതി, പക്ഷേ സാറ്റിസ്ഫാക്ടറി ഒരു ഓപ്ഷൻ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അവരുടെ ഫസ്റ്റ് ഫ്ലോറിലെ ഷോപ്പിലേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ പുസ്തകത്തിൻ്റെ കവറിൻ്റെ ഭംഗി ഉണ്ടായിരുന്നു ഏതെടുക്കണമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സാഹിത്യമായിട്ട് അഞ്ചോലിയാണെങ്കിൽ ജീവിച്ചുകൊണ്ടാകാം കഥയും ജോണറും എഴുത്തുകാരനെയൊക്കെ നോക്കിയിട്ടാണ് ഒരു പുസ്തകം വാങ്ങിക്കാറുള്ളൂ. നാട്ടിൽ നിന്ന് പോയതിന് ശേഷം വല്ലാണ്ട് മടി എന്നെ വിഴുങ്ങിയതുകൊണ്ടാണോ എന്നറിയില്ല, വായന എന്തോ ഇനി നകന്നു പോയതുപോലെയായിരുന്നു. തലങ്ങും വിലങ്ങും ഞാനൊരു പുസ്തകത്തിനായി തിരിഞ്ഞെങ്കിലും അവിടെയെങ്ങും പ്രതീക്ഷനൊത്ത് കാണാൻ പറ്റിയില്ല. ഇടയ്ക്ക് ഞാൻ PG ക്ലാസ്സിൽ പഠിച്ച കുറേ വർക്ക്സ് വീണ്ടും കാണാൻ സാധിച്ചു. അതൊരു പ്രത്യേക സന്തോഷമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, അപ്പം പുതിയൊരു ക്രാഫ്റ്റ് ഷോപ്പ് തുടങ്ങിയെന്നൊക്കെ ഇങ്ങനെ ഇൻസ്റ്റയിൽ കണ്ടായിരുന്നു. അപ്പോൾ അവിടെ വരെ ഒന്ന് പോകാമെന്ന് കൂടി വിചാരിച്ചു. അപ്പോഴാണ് അവിടെ തൊട്ടപ്പുറത്തുള്ള മിനിസോഡ് അപരൻ മുമ്മസോനെ കണ്ടുപൊട്ടിയത്. ഇറ്റ്സ് ബിറ്റ്സിൽ ചെന്നപ്പോൾ ഇതുവരെ കാണാത്ത ഒരുപാട് ക്രാഫ്റ്റ് ഐറ്റംസ് കാണാൻ പറ്റി. ഇപ്പോൾ തുടങ്ങിയ പ്രമാണിച്ച് അവിടെ കുറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നിറയെ ഇതൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന കാണാൻ തന്നെയായിരുന്നു ഒരു പ്രത്യേക ഭംഗി. ഹൃദയത്തിൻ്റെ ഷേപ്പിലുള്ള ക്യാൻവാസ്, അങ്ങനെ പല സാധനങ്ങൾ. അവസാനം പോയ കാര്യം നടക്കാത്തതിൻ്റെ നിരാശ ഒരു ചായ കുടിച്ച് തീർക്കാമെന്ന് വെച്ച് ഞങ്ങൾ അടുത്തുള്ളൊരു ചായക്കടയിലേക്ക് പോയി. പിന്നെ അടുത്ത ദിവസം മറൈൻ ഡ്രൈവിലെ ഓണം ഫെസ്റ്റിന് ചെന്നപ്പോൾ നല്ല ഡിസ്കൗണ്ടിൽ ബുക്സ് കണ്ടു. അപ്പോൾ ചില കാര്യങ്ങൾ അപ്പോൾ നടന്നില്ലെങ്കിലും പിന്നെ അതിനേക്കാളും മനോഹരമായിട്ട് നടക്കുമെന്ന് പറയുന്നത് ശരിയാണല്ലേ. അപ്പോൾ ശരി, ബൈ.